അറിയാം. വൈഗയെ നമ്മൾ ആദരിക്കുകയാണ്. ആ കുട്ടിക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് സെക്രട്ടറി പിന്നെ വൈഗയെ പൊന്നാട അണിയിക്കും, അവർക്കുള്ള സമ്മാനം കൊടുക്കുന്നതാണ്. നൽകുന്നത് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ശ്രീ PM ഉണ്ണികൃഷ്ണൻ. കലാരംഗത്തും ഭക്തിരംഗത്തും ഒരുപാട് ശ്രേയസ്കരമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് പള്ളി സന്നിധിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മേഘാജിത്തിന് ഒരു ഗിഫ്റ്റ് കൂടെ നൽകുന്നു. സമിതിയുടെ അംഗം തന്നെയാണ് ഈ ഗിഫ്റ്റ് നൽകുന്നത്. കുട്ടിയെ പലർക്കും കൃത്യമായിട്ട് അറിയില്ല, അവരെ പരിചയപ്പെടുത്തുന്നു. ഈ സംഘത്തിന്റെ തന്നെ അംഗമാണ്. നമസ്കാരം. ആ പ്രായത്തിനുള്ളിൽ ലളിതാ സഹസ്രനാമം കാണാതെ പഠിച്ച് ചൊല്ലും. അതാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ സഹായം എല്ലാം കൂടെ കൂടിയിട്ട് കുട്ടിക്ക് അത് നേടാൻ നമുക്ക് എല്ലാവരും സഹായിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആദരവാണ് നമ്മളിവിടെ കോഴിക്കോട് ജില്ല, ലളിതാമൃതം കോഴിക്കോട് ജില്ലയാണ് നമ്മളിപ്പോൾ ആദരിച്ചത് കേട്ടോ. അതാണ് മോളെ പോയി ആർക്കും നമ്മുടെ കൊച്ചു താരാണ്. അത്രയേ ഉള്ളൂ. മനഃപ്പാഠമാക്കി ചൊല്ലുക അല്ലെങ്കിൽ അതിന് കഴിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അത് സാധിക്കുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇനിയും ഈ വഴികളിൽ ഒരുപാട് സഞ്ചരിക്കാൻ ഈ കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് ഉത്സവാഘോഷ കമ്മിറ്റിയും ചിരകാനന്ദ